യൂട്യൂബോ അല്ലെങ്കിൽ ഈ ബ്ലോഗോ ശ്രദ്ധിക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ക്ലാസ്സിനെ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നും പറയാം. സർക്കാർ പറഞ്ഞിരിക്കുന്നത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കണമെന്നാണ്. അപ്പം അതിനെ പറ്റിയതാണ് നമ്മളെ കൗമാര പ്രായത്തിന് ഇംഗ്ലീഷിലെ ടീനേജ് എന്നാണ് പറയുന്നത് അല്ലേ? ടീനേജ് ഏത് പ്രായം തൊട്ട് ഏത് പ്രായം വരെയുള്ള ടീനേജ്? ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ? അറിയാവുന്നവരുടെ കൈ പൊക്കുക. ടീനേജ് എന്ന് പറഞ്ഞാൽ ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ? 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ. 13 to 19. 12 വരത്തില്ല. 13, 14, 15, 19 വരെ. ഈ ചിത്രം പലരും കണ്ടിട്ടുണ്ടാവും. എന്റെ ക്ലാസ്സിൽ കേട്ട 1-2 കുട്ടികളുണ്ട്, അവർ കൈവക്കണ്ട. അല്ലാതെ ഉള്ളത് ഈ പടം കണ്ടിട്ടുള്ള എത്ര കുട്ടികളുണ്ട്? ഈ കാണിച്ചിരിക്കുന്ന പടം, ഈ പടം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു തലയോട്ടിയും 2 അസ്ഥികളും കാണിച്ചാൽ അപകടം നമുക്ക് മനസ്സിലാവും. ഈ പടം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു സ്കൂളിൽ ക്ലാസ്സിലൂടെ പറഞ്ഞു അമ്മത്തൊട്ടിലിനെ സൂചിപ്പിക്കുന്നു. ആണോ? എന്തിനാ സൂചിപ്പിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടോ ഈ പടം? ഈ പടം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ പദം നമ്മുടെ ജനനത്തെ സൂചിപ്പിക്കുന്നതാണ്. ജനനം. പണ്ട് കാലത്ത് ലോകമെമ്പാടുമുള്ള കുട്ടികൾ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അമ്മമാരോട് അല്ലെങ്കിൽ അച്ഛന്മാരോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ്? അച്ഛ ഞാൻ എങ്ങനെ ഉണ്ടായി, അല്ലെ അമ്മ ഞാൻ എങ്ങനെ ഉണ്ടായി? നിങ്ങൾ ഇതൊക്കെ ഒരു കാലത്ത് ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്ത് മറുപടി പറഞ്ഞു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ 10 or 15 കൊല്ലം കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാൻ റെഡിയായിരിക്കും. ഈ പടം കാണിക്കുന്നത് പണ്ട് കാലത്തെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ